നമുക്കിപ്പോൾ കോട്ടയത്തെ കൂടി പോവേണ്ടതായിട്ടുണ്ട്. പയ്യനാംതോട്ടത്തിൽ ഈ ഉരുൾപൊട്ടലിലുള്ള രണ്ടാമത്തെ വ്യക്തിയുടെ റജീന എന്ന സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരവും കൂടി വരുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനോജ്, ഇപ്പോൾ മകന്റെ മൃതദേഹം ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അമ്മയുടെ മൃതദേഹവും ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ ജോണിയുടെ ഭാര്യ റെജീനയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അത് കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. അത് പുറത്തെടുക്കാൻ വേണ്ടി, മണ്ണിനടിയിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ദുരന്ത നിവാരണ സേനയുടെയും നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിരുന്ന സ്ഥലത്തു നിന്നും അല്പം മാറി ആണ് മണ്ണിനടിയിൽ പൂണ്ട നിലയിലായിരുന്നു ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതോടുകൂടി ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ സംഖ്യ 2ആയി മാറുകയാണ്. പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ജോണിയുടെ ഭാര്യ റെജീനയെയും ഒപ്പം തന്നെ മകൻ ജോസ്ഫിനെയും കാണാതായത്. ആദ്യം തന്നെ ജോസ്ഫിൻ്റെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ജോസ്ഫിൻ കാല് ഒടിഞ്ഞ് ചികിത്സയിലായിരുന്നു, വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കട്ടിലിൽ കിടന്ന കിടപ്പിലാണ് ജോസ്ഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ മാതാവിൻ്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കിടയിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് പുറത്തെടുക്കാൻ വേണ്ടി, മണ്ണിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാവിലെ മുതൽ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് ഇവിടെ നടത്തിയത്. എന്നാൽ ഇപ്പോൾ 4-5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ റെജീനയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 3 നിലവിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്താൻ പരിശ്രമം നടത്തിയെങ്കിലും അവർക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അത്രമേൽ ഭീകരമായ അവസ്ഥയിലാണ് ഈ പ്രദേശം ഉണ്ടായിരുന്നത്. കാരണം മണ്ണിടിഞ്ഞ് ഈ വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് ഉരുൾപൊട്ടൽ ഈ വീട് പൂർണ്ണമായും എടുത്തുകൊണ്ടുപോയത്. ഈ വീട്ടിൽ 5 പേരാണ്, മാതാവും പിതാവും റെജീനയും ജോണിയും കൂടാതെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉൾപ്പെടെയുള്ള 5-അംഗ കുടുംബമാണ്. അതിൽ മൂത്ത മകളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ മകൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്താണ്. മകനും അമ്മയും മാത്രമാണ് ഈ അപകടം നടക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് ജോണി, അദ്ദേഹം ഒരു രോഗിയുടെ കൂട്ടിരിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീട്ടിൽ ഇന്നലെ താമസിക്കാൻ പോയതാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ തൻ്റെ ഭാര്യയും മകനും മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം ഈ പ്രദേശത്തോട്ട് പോലും വരാൻ തയ്യാറായിട്ടില്ല. കാരണം അത്രത്തോളം മാനസിക നില തകർന്ന അവസ്ഥയിലാണ് പിതാവ് ജോണി ഉള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ഏതാനും നാളുകൾ മുമ്പ് ഒരാൾ സൗജന്യമായി നൽകിയ വീട്ടിലാണ് ഒരു ജീവിതായുസ് മുഴുവൻ അധ്വാനിച്ചതിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വീടെന്ന സ്വപ്നം ജോണി യാഥാർത്ഥ്യമാക്കിയത്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയും ഒപ്പം തന്നെ വാഹനങ്ങൾ, സ്വന്തം കാറ് വാടകയ്ക്ക് കൊടുത്തുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. അങ്ങനെ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഏതാനും വർഷങ്ങൾ മുമ്പാണ് ഇവിടേക്ക് താമസം മാറ്റിയത്. അങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് അവരുടെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ വീട് പൂർണ്ണമായും എടുത്തുകൊണ്ടു പോവുകയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഒപ്പം തന്നെ മകനെയും ഈ ഉരുൾ കവർന്നെടുക്കുന്ന സാഹചര്യമുണ്ടായത്. വളരെ സങ്കടകരമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയത്. നമുക്കറിയാം, ഇന്നലെ അർദ്ധരാത്രി മുതൽ പെയ്ത അതിശക്തമായ മഴ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം വിധിച്ചിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യമുണ്ടായി. കൂട്ടിക്കൽ പഞ്ചായത്തിലും കൊക്കയാറിലും മൂന്നിലവിലുമൊക്കെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനെ തുടർന്ന് മണിമലയാറും മീനച്ചിലാറുമൊക്കെ കരകവിഞ്ഞു. ആദ്യ മണിക്കൂറിൽ ആളപായങ്ങളൊന്നുമില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായി 2 പേരെ കാണാതായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ജോസ്ഫിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഏറെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ റെജീനയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിൽ മരണം 2ആയി മാറിയിരിക്കുകയാണ്. 1-ലേറെ ഉരുൾപൊട്ടൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലുണ്ടായ ഒരു ഉരുൾപൊട്ടലിലാണ് വിലപ്പെട്ട 2 ജീവനുകൾ നഷ്ടമായിട്ടുള്ളത്. സിന്ദൂരി.
അതെ സനോജ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. മണിക്കൂറുകൾക്ക് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ റിജീനയുടെ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തുവാൻ മാത്രമാണ് ഇപ്പോഴും സാധിച്ചിരിക്കുന്നത്. പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ, തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മകനും അമ്മയും നഷ്ടമായിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ്. സനോജ്, ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. നിലവിൽ ഈ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഇടമാണോ? ഇപ്പോൾ ഇതാ റിജീനയുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും റെജിനയുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റെജിനയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. കണ്ടെത്തിയ മൃതദേഹം മണ്ണിനടിയിൽ പൂണ്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പുറത്തെടുക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റെജിനയുടെ മൃതദേഹം കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. സിന്ദൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഒരു പ്രദേശമാണ്. ഈ നാട്ടുകാരനായിട്ടുള്ള CPMന്റെ ലോക്കൽ സെക്രട്ടറി, അദ്ദേഹം ഈ നാട്ടുകാരാണ്. അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞത്, ആദ്യം തന്നെ ഈ അപകടമുണ്ടായപ്പോൾ ഓടിയെത്തിയ ആളാണ്. അദ്ദേഹം പറഞ്ഞത് മുൻപും ഇവിടെ ഈ 20 വർഷങ്ങൾക്കപ്പുറം ഈ വീടിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. അങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയപ്പെടുന്നത് വളരെ വേഗത്തിൽ പെയ്ത അതിശക്തമായ മഴ. കാരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്തിറങ്ങിയപ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള ഭീഷണികൾ ഉണ്ടായത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മഴയാണ് ഇന്നലെ രാത്രിയിലുടനീളം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്നലെ യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ആ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ റെഡ് അലേർട്ടിന് സമാനമായ ഒരു മഴയാണ് പെയ്തിറങ്ങിയത്. ആ കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് ഈ ഉരുൾപൊട്ടൽ പല പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. തുള്ളിക്കൊരു കുടം എന്ന കണക്കെയാണ് മഴ ഇങ്ങനെ പെയ്തിറങ്ങിയത്. ആ മഴയിലാണ് ഇപ്പോൾ 2 പേരുടെ വിലപ്പെട്ട ജീവൻ ഉരുൾപൊട്ടലിന് പിന്നാലെ നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായത്. സിന്ദൂരി.